സ്ലീപ്പ് ഹൈജീൻ്റെ നമ്മൾ പറയാമെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നും ഒരേ സമയത്ത് കിടക്കാൻ പോവുക എന്നുള്ളതാണ്. മാക്സിമം പോസിബിളായിട്ട്, അതായത് നമുക്കൊരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട് ഓരോ മനുഷ്യനും. നമ്മൾ ആ ക്ലോക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ചിലർ ലൈറ്റ് നൈറ്റ് വർക്ക് ചെയ്യുന്നവരായിരിക്കും, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് അവരുടെ ടൈമൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു റുട്ടീനിലേക്ക് ഞാൻ മുമ്പ് സ്ഥിരം 1 മണി 1:30 മണിക്ക് മാത്രമാണ് ഉറങ്ങിക്കൊണ്ടിരുന്നത്. കാരണം ഒരു 10 മണിക്ക് ശേഷമൊക്കെ ഞാൻ ഒരു ദിവസം മുഴുവൻ ചെയ്യേണ്ട വർക്ക് എനിക്ക് 2 മണിക്കൂർ കൊണ്ട് ഇരുന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ലൈറ്റ് നൈറ്റ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പോൾ ഇവിടെ സിറ്റുവേഷൻ മാറി. ഇപ്പോൾ ഞാൻ 10 മണിക്ക് നേരത്തെ കിടന്നുറങ്ങും, രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ടാണ് കുറേ ജോലികൾ ചെയ്യുന്നത്. കുറേ ബുദ്ധിമുട്ടുകളുണ്ട്, പക്ഷേ മാറി മാറി വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ഓർഡറാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ മുമ്പ് ഈ പറഞ്ഞ പോലെ ഞാൻ സ്ഥിരം സിനിമ കാണുമായിരുന്നു. മാസത്തിലൊരു 15 സിനിമയെങ്കിലും കാണുമായിരുന്നു. രാത്രി ഫ്രീ ആകുമ്പോൾ ഒരു സിനിമ കാണും, അല്ലെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് കാണും. ഇപ്പോൾ കഴിഞ്ഞൊരു 1.5 മാസത്തിൻ്റെ ഇടയിലാകെ ഞാൻ 2-3 സിനിമയെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഈ സിനിമ കാണുന്ന സമയം ഞാൻ എക്സസൈസിനും പുസ്തകം വായിക്കാനും വേണ്ടി മാറ്റിവെച്ചു. ഞാൻ ഇപ്പോൾ ഓൾറെഡി 3 പുസ്തകം വായിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 1.5 മാസത്തിൻ്റെ ഉള്ളിൽ 4ാമത്തെ പുസ്തകം തുടങ്ങിയിട്ടുണ്ട്. സോ ചേഞ്ച് ചെയ്യുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക്. അപ്പോൾ അതിലൊന്നാമത്തെ കൺസിസ്റ്റൻസിയാണ്. നിങ്ങൾ സ്ഥിരമായിട്ട് ഒരേ സമയത്ത് ഉറങ്ങാൻ പോകുന്നതെന്ന് ഉറപ്പ് വരുത്തുക. നാച്ചുറലായിട്ടുള്ള ഒരു സ്ലീപ്പ് വൈക്ക് സൈക്കിൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. ദെൻ ഒരു 30 മിനിറ്റ്സ് മുമ്പെങ്കിലും മിനിമം നമ്മുടെ ബ്രെയിനിന് നമ്മൾ ഉറങ്ങാൻ പോവുകയാണെന്നുള്ള മെസ്സേജ് കൊടുക്കണം. അപ്പോൾ ഒന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഫോണൊക്കെ മാറ്റി വെക്കാൻ പറ്റും. പിന്നെ മുഖം കഴുകുക, എന്തെങ്കിലും നമ്മുടെ ആധ്യാത്മികമായിട്ടുള്ള പുസ്തകങ്ങളോ അല്ലെങ്കിൽ അല്ലാത്തതോ ആയിട്ടുള്ള മാനസികമായിട്ട് ഉല്ലാസം തരുന്ന എന്തെങ്കിലുമൊക്കെ ഒന്ന് വായിക്കുക. നമുക്ക് എന്തെങ്കിലും സ്കിൻ കെയർ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഇൻവോൾവ് ആവുക. അങ്ങനെ നമ്മുടെ ബ്രെയിനിൽ എന്ത് ചെയ്യുക, അടുത്തൊരു 1/2 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഉറങ്ങാൻ പോവുകയാണെന്നുള്ളൊരു മെസ്സേജ് പതിയെ കൊടുത്തു തുടങ്ങുക. സ്ക്രീൻ ടൈം അവോയ്ഡ് ചെയ്യുക. സ്ക്രീൻ ടൈം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് മെലാമിൻ ഉൽപ്പാദിപ്പിക്കും. സ്വാഭാവികമായിട്ടും നമ്മുടെ ബ്രെയിനിലേക്ക് പോകുന്ന മെസ്സേജ് നമ്മുടെ സ്കിന്നിൽ വെളിച്ചം തട്ടുമ്പോൾ ഉറങ്ങാനായിട്ടില്ല എന്നുള്ളതാണ്. സോ പിന്നെ കിടക്കുമ്പോൾ നമ്മൾ ഉറങ്ങാൻ ഒട്ടേറെ സമയമെടുക്കും. സോ ഒരു 1/2 മണിക്കൂർ മുമ്പെങ്കിലും മിനിമം സ്ക്രീൻ മാറ്റി വെച്ചാലേ നമുക്ക് ക്വാളിറ്റിയുള്ള സ്ലീപ്പ് എൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ കംഫർട്ടായിട്ടുള്ള ഒരു മാട്രസ് ആൻഡ് പില്ലോസ് എൻഷുർ ചെയ്യുക. അതൊക്കെ നമ്മളുടെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. കാരണം നമ്മുടെ ലൈഫിൻ്റെ 1/3 ഭാഗം നമ്മൾ ഉറങ്ങിത്തീരാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൽ ക്വാളിറ്റി നമ്മൾ എൻഷുർ ചെയ്യണം. ക്വാളിറ്റിയുള്ള പില്ലോ ആണെന്നും അത് പ്രോപ്പറായിട്ട് ക്ലീൻ ആണെന്നുള്ളതും മാട്രസ് ഓക്കെ ആണെന്നും അതുപോലെ കംഫർട്ടായിട്ടുള്ള സ്ഥലത്താണെന്നൊക്കെ നമ്മൾ എൻഷുർ ചെയ്യുക. ടെമ്പറേച്ചർ നന്നായിട്ട് മാനേജ് ചെയ്യാൻ ശ്രമിക്കുക. നോയ്സ് ഇല്ലാത്തൊരു അറ്റ്മോസ്ഫിയറിൽ ഉറങ്ങാൻ നോക്കുക. ദെൻ കഫീന്, ആൽക്കഹോള്, അതുപോലെ ഭക്ഷണത്തിൻ്റെ തൊട്ടുമുമ്പ് ഹെവി മീൽസ് ഒഴിവാക്കുക. ദെൻ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക എന്നുള്ളത്. ആഴ്ചയിൽ ഒരു 3 to 5 days എങ്കിലും എക്സസൈസ് ചെയ്യുക. എക്സസൈസ് ചെയ്താലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫിസിക്കലി കുട്ടികളെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ കഴിയുള്ളൂ ടിൽ ദ ഈവനിങ്. കാരണം ഓരോ കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യണം, മാനേജ് ചെയ്യേണ്ട കുട്ടികളാണ്. അല്ലാത്ത കുട്ടികളൊന്നും വരുന്നില്ല. സ്പെഷ്യലിൽ 2-3 കുട്ടികളെ വലിയ ബുദ്ധിമുട്ടില്ലാത്ത വരുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ഫിസിക്കൽ. സോ എക്സസൈസ് മസ്റ്റാണ്. നിങ്ങൾ സമയം കണ്ടെത്തുക. ഇനി അവിടുന്ന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഇവിടുന്ന് ചെയ്യാം. ഭക്ഷണത്തിൻ്റെ കഴിച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. ഭക്ഷണം കഴിച്ച ഉടനെ എക്സസൈസ് ചെയ്യരുത്. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് യോഗയോ എന്തും നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. സോ ഇത്രയാണ് ബേസിക്കലി ഇതുമായിട്ട് പറയാനുള്ളത്. ദെൻ